നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രധാന നടയിൽ മുഖമണ്ഡപവും നടപ്പന്തലും സ്ഥാപിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് പ്രവാസി വ്യവസായിയായ വിഘ്നേഷ് വിജയകുമാർ മേനോൻ. മുഖമണ്ഡപ സമർപ്പണത്തോടെ നിർമ്മാണ പ്രവർത്തികൾ തീരുന്നില്ല എന്നും ശ്രീകൃഷ്ണഗാഥ അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ ശില്പങ്ങളും നിർമ്മിതികളും ഗുരുവായൂരിനായി സമർപ്പിക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനായുള്ള പദ്ധതികൾ തയ്യാറായി വരികയാണ് എന്നും വിഘ്നേഷ് കൂട്ടിച്ചേർത്തു. മഹീന്ദ്ര കമ്പനി ഗുരുവായൂരിലേക്ക് വഴിപാടായി സമർപ്പിച്ച ധാർ ലേലത്തിൽ പിടിച്ച് നേരത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യവസായിയാണ് വിഘ്നേഷ്. വെൽത്ത് ഐ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മേധാവി കൂടിയായ അദ്ദേഹം അങ്ങാടിപ്പുറം സ്വദേശിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വിഘ്നേഷ് സമർപ്പിച്ച മുഖമണ്ഡപത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം ജൂലൈ 7 ഞായറാഴ്ച രാവിലെ 7 മണിക്കാണ് നടക്കുക. കേരളീയ വസ്തുശൈലിയുടെ അലങ്കാര ഭംഗിയോടെയാണ് പുതിയ ക്ഷേത്രപ്രവേശന കവാടം നിർമ്മിച്ചിരിക്കുന്നത്. 3 താഴിക കുടങ്ങളോട് കൂടിയതാണ് മുഖമണ്ഡപം. ചെമ്പിൽ വാർത്തെടുത്തതാണ് ഈ താഴിക കുടങ്ങൾ. 5.5 അടി ഉയരമുണ്ട്. ഇത്രയും വലിയ താഴിക കുടങ്ങൾ ഗോപുരങ്ങളിൽ സ്ഥാപിക്കുന്നതും അപൂർവമാണ്. മാന്നാർ പി കെ രാജപ്പനാചാര്യയും സംഘവുമാണ് താഴിക കുടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 3 താഴിക കുടങ്ങളിൽ നിറയ്ക്കാനായി ഏതാണ്ട് 93 കിലോ ഞവര നെല്ല് ആവശ്യമായി വന്നിരുന്നു. മുഖമണ്ഡപത്തിന് താഴെ തട്ടിൽ ആഞ്ഞിലി മരത്തിൽ അഷ്ടദിക്പാലകർ, ബ്രഹ്മാവ്, വ്യാളീരൂപങ്ങൾ എന്നിവ മനോഹരമായി കൊത്തിയെടുത്തിട്ടുണ്ട്. മുഖമണ്ഡപത്തിന് നേരെ താഴെ നിന്നാൽ ഈ കാഴ്ച കാണാവുന്നതാണ്. 2ാം നിലയിലും മൂലയിലും ജഗമുഷ്ടിയോടെയുള്ള വ്യാളീരൂപങ്ങൾ കൊത്തിയെടുത്തിട്ടുണ്ട്. മുഖമണ്ഡപത്തിന്റെ തൂണുകളിൽ ചതുർബഹു രൂപത്തിലുള്ള ഗുരുവായൂരപ്പൻ, വെണ്ണക്കണ്ണൻ, ദ്വാരപാലകർ എന്നിവരെയും കാണാം. കിഴക്കേ നടയിൽ സത്രപ്പടി മുതൽ അപ്സര ജംഗ്ഷൻ വരെ നീളുന്നതാണ് മുഖമണ്ഡപത്തിന് അനുബന്ധമായി വരുന്ന നടപ്പന്തൽ. ശില്പഭംഗിയാൽ സമ്പന്നമാണിത്. 20 തൂണുകളാണ് നടപ്പന്തലിനുള്ളത്. ഓരോ തൂണിലും സിമെന്റിൽ ചെയ്ത ദശാവതാരങ്ങളും കൃഷ്ണശില്പങ്ങളും ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിലിൽ ശില്പിയായ എളവള്ളി നാരായണൻ ആചാര്യയുടെ മകനായ എളവള്ളി നന്ദന്റെ നേതൃത്വത്തിൽ പെരുവല്ലൂർ മണികണ്ഠൻ, സൗപർണിക രാകേഷ്, പന്താറ വിനീത്, കണ്ണൻ തുടങ്ങിയ വലിയൊരു സംഘം ശില്പങ്ങളുടെ മാസങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെയാണ് ഇങ്ങനെയൊരു നടപ്പന്തലും മുഖമണ്ഡപവും നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. നിലവിലുള്ള നടപ്പുരയിലൂടെ അതേ ഉയരം തന്നെയാകും പുതിയ നടപ്പുരയ്ക്കും. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മേൽനോട്ടത്തിൽ വസ്തു ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് നടപ്പുരയുടെ നവീകരണത്തിനായുള്ള രൂപരേഖ തയ്യാറാക്കിയത്. 2023 ഏപ്രിൽ 15 നവീകരണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടിരുന്നു. ദേവസ്വം എഞ്ചിനീയർമാരായ MK അശോക് കുമാർ, നാരായണൻ ഉണ്ണി എന്നിവർക്കായിരുന്നു നടപ്പുര നിർമ്മാണത്തിന്റെ മേൽനോട്ടമുണ്ടായിരുന്നത്.